Okay, good afternoon to all. Prayer song ആരാണ്? Prayer song ചോദിക്കണം. Good afternoon, ma'am. ഞാൻ പാടിക്കോട്ടെ. ആരാ വെച്ച് പഠിക്കോളൂ. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. യെസ് മാം. യൂണിറ്റ് 7 ഹെൽത്ത് കെയർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഹെൽത്ത് കെയറിലെ ഇമ്മ്യൂണൈസേഷൻ ആണ് എടുക്കുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത്. യെസ് മാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്? ബ്രീഫ് ആയിട്ട് ഒരാളൊന്ന് പറഞ്ഞേ. ഒരാൾ പറയട്ടോ. Diphtheria and pertussis. പറയാം, എന്താണ് ഡിഫ്തീരിയ? മാം, ഡിഫ്തീരിയ എന്ന് പറയുന്നത് തൊണ്ടയിലും മൂക്കിലുള്ള ശ്ലേഷ്മ ചർമ്മത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. ഇതൊരു ബാക്ടീരിയ ആണ് ഈ രോഗം പരത്തുന്നത്. കോറൈൻ എന്നൊരു ബാക്ടീരിയ ആണ് ഇത് പരത്തുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് വാട്ടർ കഴിക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഹൈ ടെമ്പറേച്ചർ, വോമിറ്റിംഗ് ഫീൽ വരും, പിന്നെ ഭയങ്കര ചുമ, പിന്നെ ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, ബോഡി പെയിൻ, ത്രോട്ട് പെയിൻ, പിന്നെ ചില ആൾക്കാർക്ക് കാഴ്ചയിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ലക്ഷണങ്ങൾ 1-2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2 മുതൽ 5 ദിവസങ്ങളിലുള്ളിൽ ഇതിന്റെ ലക്ഷണങ്ങളെല്ലാം കാണിക്കാൻ സാധിക്കും. പിന്നെ ഇതിന്റെ വാക്സിൻ എല്ലാം നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്താണ് പെർtussis? എന്നറിയപ്പെടുന്നതാണ് പെട്രുസൈസിസ്. ഇത് പരത്തുന്ന രോഗമാണ് ബ്രോട്ടല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഇത് പകർത്തുന്നത്. ഇത് വരണ്ട ചുമ എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു വൂപ്പ് എന്നൊരു സൗണ്ടാണ്. ഇത് നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഇത് 5-10 ദിവസത്തിനുള്ളിൽ ഈ രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നു. മൂക്കൊലിപ്പ്, നേരിയ ചുമ എന്നിവയാണ് ഇതിലെ ലക്ഷണങ്ങൾ. ഇത് ബ്ലഡ് ടെസ്റ്റ്, കഫം ടെസ്റ്റ്, എക്സ്റേ എന്നിവയിലൂടെ നമുക്കിത് കണ്ടെത്താൻ കഴിയും. വെരി ഗുഡ്. അപ്പൊ നമ്മള് എന്താണ് പെർtussis ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വേഗം പകരും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മള് ഡിഫ്തീരിയയും പെർtussis എന്താണെന്നുള്ളത് മനസ്സിലാക്കി അല്ലേ? ഇനി എന്താണ് ടെറ്റനസ് അല്ലേ? നെക്സ്റ്റ് ടെറ്റനസ് ആണ്. ലോക്ചോ. ടെറ്റനസ് എന്ന രോഗം അല്ലെങ്കിൽ അതെങ്ങനെയാണ് പകരുന്നത്? മുറിവുകൾ വഴി പകരില്ലേ മിസ്? ഞാനതൊന്ന് പറയട്ടെ. നമ്മള് എന്തിനാണ് നമ്മൾ TT എടുക്കുന്നത്? പോയ്സൺ ആവാണ്ടിരിക്കാൻ. മുറിവുകൾ ഉണ്ടാവുമ്പോൾ പോയ്സൺ ആവാണ്ടിരിക്കാൻ. മുറിവിനെ പ്രതിരോധിക്കാൻ. പോയ്സൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TT എടുക്കുന്നത്. അപ്പൊ TTയുടെ ഫുൾ നെയിം എന്താണ്? ടെറ്റനസ്.
ആ അത് എല്ലാവർക്കും അറിയാമായിരുന്നോ? യെസ് അറിയാം. യെസ്. അറിയാമല്ലോ. ഓക്കെ. അപ്പൊ എന്താണ് ഈ രോഗം എന്ന് പറഞ്ഞാൽ ഈ രോഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മണ്ണിൽ നിന്നുമാണ് പകരുന്നത് അല്ലെ? മണ്ണിൽ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാക്കുന്ന രോഗമാണ് എന്താ ടെറ്റനസ് എന്ന് പറയുന്നത് കേട്ടോ. മണ്ണിൽ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ് ടെറ്റനസ് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണം. ക്ലോസ്ട്രിഡിയം ടെറ്റനി എഴുതിക്കുക. ക്ലോസ്ട്രിഡിയം ടെറ്റനി സ്പെല്ലിംഗ് വേണോ? യെസ് മാം. യെസ്. CLOSE ക്ലോസ്. CLOSE ക്ലോസ്. ട്രിഡിയം TRIDUUM. TRIDUUM ക്ലോസ്ട്രിഡിയം വിനീത മ്യൂട്ട് കേട്ടോ. ക്ലോസ്ട്രിഡിയം ടെറ്റനി TETTANI. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് എന്താ ടെറ്റനസ് എന്ന് പറയുന്നത് അല്ലെ? ഈ ക്ലോസ്ട്രിഡിയം എന്ന രോഗമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? മണ്ണിൽ നിന്നാണ് അല്ലെ? മണ്ണിലാണ് ഈ രോഗാണു പൂർണ്ണമായും കാണപ്പെടുന്നത്. അപ്പോൾ മണ്ണിൽ നിന്നും എങ്ങനെയായിരിക്കും അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്? ഉണ്ടാവുമ്പോ അതിലൂടെ മുറിവിലൂടെ. മുറിവിലൂടെ. ഇപ്പൊ നമ്മളുടെ കുട്ടികളെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം അല്ലെ? അവരെന്താണ്? അവര് മണ്ണിൽ കളിക്കുന്ന കുട്ടികളാണ് അല്ലെ? ഏത് സമയം എന്താണ് മണ്ണിലായിരിക്കും അവര്, പ്രത്യേകിച്ച് ആൺകുട്ടികളോ അതോ പെൺകുട്ടികളോ അല്ലെ? എന്തെങ്കിലും ഒരു കാരണവശാൽ അവര് എന്താണ് മണ്ണില് കൂടുതലായിട്ട് ഇടപെടുന്ന വഴി എന്താണ് അവരുടെ മുറിവുകളിലൂടെയോ അല്ലെങ്കിൽ നഖത്തിന്റെ ഇടയിലൂടെയോ ഒക്കെ എന്താണ് ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയാണ് കുട്ടികളിലേക്ക് ഈ രോഗം പകരുന്നത്. ഈ രോഗാണു പകരുന്നത് കുട്ടികൾ മാത്രമല്ല, എന്താണ് നമ്മുടെ വീട്ടിലുള്ള പട്ടികള്, പൂച്ചകളില്ലേ, അവര് നമ്മുടെ പട്ടി പൂച്ചയൊക്കെ ഇങ്ങനെ മണ്ണിൽ നിന്നിട്ട് ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ മാറ്റണം കണ്ടിട്ടില്ലേ? നമ്മള് കുഴി ഉണ്ടാക്കുന്ന പോലെ കണ്ടിട്ടില്ലേ? അവരുടെ അവരുടെ വസ്തുക്കൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പട്ടിയോ പൂച്ചയൊക്കെ അങ്ങനെ ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ് അവരുടെ നഖത്തിന്റെ ഇടയിൽ കൂടിയിട്ട് എന്താണ് ഈ ബാക്ടീരിയ അവരുടെ ശരീരത്തിലേക്ക് പകരുന്നത്. അപ്പോഴാണ് നമ്മൾ എന്താണ് ഈ പൂച്ചയും പട്ടിയൊക്കെ കടിക്കുന്ന സമയത്ത് നമ്മള് എന്താണ് തീറ്റി എടുക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ബാക്ടീരിയ ഈ മൃഗജന്തുക്കളില് അകത്ത് ഉള്ളതിനാലാണ് നമ്മള് തീറ്റി എടുക്കാനായിട്ട് അവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് ഇത് അകത്തേക്ക് ചെല്ലുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? യെസ് മാം. മണ്ണിലൂടെയാണ്. മണ്ണിലാണ് ഈ ബാക്ടീരിയ പൂർണ്ണമായിട്ടും ജീവിക്കുന്നത് അല്ലെ? അപ്പോൾ നമ്മളുടെ കുട്ടികളിൽ ഉണ്ടാവും ചെറിയ മുറിവുകളിലൂടെയൊക്കെ ഇത് അകത്തേക്ക് പ്രവേശിക്കുകയോ എന്ത് സംഭവിക്കുന്നു? ഈ രോഗാവസ്ഥ ഇടപെടുകയും ചെയ്യും. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് അകത്ത് ചെന്ന് കഴിഞ്ഞാല് മാംസപേശികളില് വളരെയധികം മൂവ്മെന്റ്സിൽ ബുദ്ധിമുട്ടുണ്ടാകും. മാംസപേശികളെ വലിഞ്ഞു മുറുകാനായിട്ട് കാരണമാകും കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ തീറ്റി എടുത്തില്ലെങ്കിൽ എന്താണ് അത് എന്താണ് ഗുരുതരാവസ്ഥയിലേക്ക് മാറാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനാലാണ് നമ്മളിപ്പോ പൂച്ച മാന്തിയാലോ അല്ലെങ്കിൽ പട്ടി കടിച്ചാലോ പെട്ടെന്ന് തന്നെ പോയിസന്റെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഈ ബാക്ടീരിയയുടെ പേര് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി എഴുതിയെടുക്കാത്തവർ എഴുതിയെടുക്കുക കേട്ടോ. അപ്പൊ ടെറ്റനസ് പകർത്തുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ക്ലോസ്ട്രിഡിയം ടെറ്റനി. മാംസപേശികള് മാത്രമല്ല ചിലവിലത് ശ്വാസം ക്ലിയർ ഇല്ല കേട്ടോ. അതായത് മാംസപേശികൾ മാത്രമല്ല വലിഞ്ഞു മുറുകുന്നത്, ചിലരിൽ എന്താണ് ശ്വാസം മുട്ടിനും കാരണമായേക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത്തരം ബാക്ടീരിയകളുടെ ഇൻഫെക്ഷൻ മൂലം ശ്വാസതടസ്സം ഉണ്ടാകാനും ചാൻസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പറയുന്നത് കേൾക്കുന്നില്ലേ? എക്സ്ക്യൂസ് മീ മാം. ഓക്കെ പറഞ്ഞോ. മാം, ഈ തുരുമ്പെടുത്ത ആണി അതുപോലെയുള്ള നീഡിൽ അതിന്റെയൊക്കെ റെസ്റ്റിൽ നിന്ന് ഉണ്ടാവും പറയണ്ടല്ലോ, അത് ശരിയാണോ മാം?
ഇതിലും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് പോയിസൺ കേട്ടോ. ആ അതിലും അതിലും ചാൻസസ് ഉണ്ടല്ലേ? ചാൻസസ് ഉണ്ട്, അതിലും ബാക്ടീരിയ ഇൻഫെക്ഷൻ വരാം. ഇതിലാണ് നമ്മൾ എന്താ TT എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ചിലർക്ക് ചിലപ്പോൾ നെറ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും കേട്ടോ ക്ലിയർ ആവാത്തത്. പലർക്കും ഒരേപോലെ അല്ല. നിങ്ങൾക്ക് ക്ലിയർ അല്ല എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാണ്. ഓക്കെ, അപ്പൊ എന്താണ് ടെറ്റനസ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ക്ലോസ്ട്രിഡിയം ടെഫിനിയം ബാക്ടീരിയ ആണ് ഈ അസുഖത്തിന് കാരണക്കാരി അല്ലേ? ഓക്കെ, ഈ ടെറ്റനസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, എന്താണ് ടെറ്റനസ് എന്നാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പേശീതന്തുക്കളുടെ ദീർഘകാല സങ്കോചം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ടെറ്റനസ് എന്ന് അറിയപ്പെടുന്നത്. പേശീതന്തുക്കളുടെ ദീർഘകാല സങ്കോചം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ടെറ്റനസ് അഥവാ കുതിരസന്നി എന്നും ഇതിനെ അറിയപ്പെടുന്നത്. ലോക്ചോ എന്ന് കണ്ടോ നിങ്ങള്? ലോക്ചോ, ഇതിനെ കുതിരസന്നി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ മൂലമാണ് ഈ രോഗം നമ്മളിലേക്ക് പിടിപെടുന്നത്. ഇതൊരു വായുരഹിത ബാക്ടീരിയ ആണ് അല്ലെ? വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. വായുവിലാണ് ഈ ബാക്ടീരിയ കാണപ്പെടുന്നത്, പ്രത്യേകിച്ച് മണ്ണിൽ അല്ലെ? മണ്ണിൽ നിന്നുമാണ് ഇത് ശരീരത്തിലെ മുറിവുകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറുന്നത്. ഓക്കെ, ആഴം കൂടിയ മുറിവുകളിൽ മാത്രമല്ല, ചെറിയ മുറിവുകളിൽ കൂടിയും ഈ ബാക്ടീരിയ പെട്ടെന്ന് തന്നെ പിടിപെടാനായിട്ട് ചാൻസസ് ഉണ്ട് കേട്ടോ. ആഴം കൂടിയ മുറിവുകളിൽ മാത്രമല്ല, എന്താണ് ചെറിയ നേർത്ത മുറിവിൽ കൂടിയും എന്താണ് ഈ മുറിവിലൂടെ ബാക്ടീരിയ പകരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോ ഇതിന്റെ പ്രധാന തകരാറെന്ന് പറയുന്നത് നമ്മുടെ പേശികൾക്കാണ് അല്ലെ? പേശികളുടെ മൂവ്മെന്റ്സിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത്. പേശികൾ അനക്കാനായിട്ട് നമുക്ക് വളരെയധികം പ്രയാസമുണ്ടായിരിക്കും ഇത്തരത്തിലൊരു രോഗാവസ്ഥ ഉണ്ടായാൽ. ഇനി പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഇതിനെ ലോക്ചോ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഇതിനെ ലോക്ചോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ടെറ്റനസ് എന്ന വാക്സിൻ ഉപയോഗിച്ചിട്ട് ഈ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കും. ടെറ്റനസ് വാക്സിൻ ഉപയോഗിച്ച് ഈ രോഗത്തെ നമ്മൾക്ക് പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ്, വായുരഹിത ബാക്ടീരിയയാണ് ടെറ്റനസ് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണം. പേശികളുടെ സങ്കോചം നിലയ്ക്കലാണ് അല്ലെങ്കിൽ പേശികള് മൂവ്മെന്റ്സ് ഇല്ലാതാക്കുകയാണ് ഇത്തരത്തിലുള്ള ബാക്ടീരിയയുടെ പൂർണ്ണമായിട്ടുള്ള നമ്മുടെ ശരീരത്തില് അകത്തേക്ക്. ലോക്ചോ മലയാളം കുതിരസന്നി കേട്ടോ. കുതിരസന്നി എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് കേട്ടോ. ടെറ്റനസിനെ തന്നെയാണ് കുതിരസന്നി അല്ലെങ്കിൽ ലോക്ചോ എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ അതിനെ കുറിച്ച് പറയാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ടെറ്റനസിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആണോ? നിങ്ങളിൽ പലരും TT എടുത്തുള്ളവരല്ലേ? TT എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് പെയിൻ ഉണ്ടാവുന്നുണ്ടോ? ഒന്നുകൂടി പറയണോ? ടെറ്റനസ് എന്താണെന്ന് മനസ്സിലായില്ല? ടെറ്റനസ് എന്താണ്? ഒരു ബാക്ടീരിയൽ രോഗമാണ് അല്ലെ? മണ്ണിൽ നിന്നുമാണ് ഈ ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ ചെറിയ മുറിവുകളിലൂടെ, പ്രത്യേകിച്ച് കുട്ടികളിലെ കയ്യിലോ കാലിലോ ഉണ്ടാകുന്ന മുറിവുകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ രോഗാവസ്ഥ പിടിപെടുന്നത്. ടെറ്റനസ് വാക്സിൻ എടുക്കുന്നതോടെ എന്താണ് അതിൽ നിന്ന് നമുക്ക് പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കും. അത്രേ ഉള്ളത് കേട്ടോ. ക്ലിയർ ആണോ? യെസ്, ഓക്കെ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഒരാളൊന്ന് വായിച്ചേ. പോളിയോമൈലിറ്റിസ്. എന്താണ് പോളിയോമൈലിറ്റിസ് എന്ന് പറയുന്നത്? ഒരാളൊന്ന് വായിച്ചേ, നോട്ട് ചെയ്യാട്ടോ. വായിക്കട്ടെ മിസ്? വായിച്ചോളൂ. Poliomyelitis. The polio vaccine is given along with the
DPT doses followed by 2 boosters, one at 1.5 years and the second at 4.5 years. ഓക്കെ. അപ്പൊ പോളിയോ മൈലൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? പോളിയോ ആണ് അല്ലെ? ഇൻഫാന്റൈൽ പാരലൈസിസ്. എന്താണ് പോളിയോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് അല്ലെ? ഓക്കെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും? റീസെന്റ് ആയിട്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ പോളിയോ കൊടുത്തത്? കോമൺ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് നാളെ ഉണ്ടായിരുന്നില്ല, എല്ലാ കുട്ടികൾക്കും 1 വയസ്സിന് കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും കൊടുക്കാനായിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 വയസ്സിന് ശേഷം പോളിയോ കൊടുത്തിരുന്നു അല്ലെ? Okay. The polio vaccine is given along with 3 DPT doses followed by 2 boosters, one at 1.5 years and the second at 4.5 years. Polio എപ്പോഴൊക്കെയാണ് എടുക്കുന്നത്? എപ്പോഴൊക്കെയാണ് പോളിയോ എടുക്കുന്നത്? ഫസ്റ്റ് ഡോസ് 1.5 year, സെക്കൻഡ് ഡോസ് 4.5 year. ഫസ്റ്റ് ഡോസിൽ എത്ര ബൂസ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട്? 2 boosters. 2 boosters. 2 ബൂസ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലെ? പിന്നെ എന്താണ്? സെക്കൻഡ് ആയിട്ട് 4.5 years ശേഷം 4 വർഷത്തിന് ശേഷം ഒരു ബൂസ്റ്റർ നൽകുന്നു അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് പോളിയോ എന്ന രോഗം? ഇന്ന് നമ്മുടെ നാടുകളിൽ ഇത് നിലനിൽക്കുന്നുണ്ടോ? ഈ രോഗം എന്താണ് പോളിയോ? പേശികളെ ബാധിക്കുന്ന അസുഖം. പേശികളെ ബാധിക്കുന്ന കൈകാലുകളെ ബാധിക്കുന്ന. ഓക്കെ. പിള്ളവാദം എന്നറിയപ്പെടുന്നത്. എന്താണ് പിള്ളവാദം? പിള്ളവാദം. നിങ്ങൾക്കറിയാവുന്ന പറയട്ടോ. പ്രത്യേകിച്ച് ട്രെയിൻ ഒന്നുമില്ലാത്ത ഒരു അസുഖമാണ് പോളിയോ. ചലനശേഷി കുറയും. 5 വയസ്സിന് താഴെ വൈകല്യം സംഭവിക്കും. അതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അത് കൂടുതൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിലനിർത്താൻ മാത്രമേ സാധിക്കുള്ളൂ. വാക്സിൻ എടുക്കുമ്പോ വരുന്ന അസുഖമല്ല, ആ സമയത്ത് പനി ഉണ്ടെങ്കിൽ പോളിയോ വാക്സിൻ എടുക്കുമ്പോ വരുന്നതാണ് പോളിയോ. അപ്പൊ പോളിയോ എന്താണ്? ഞാൻ എനിക്ക് പറയാം. അഫ്സാന കേട്ടോ. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ടാവുന്നത് പറയാത്തവരുടെ കാര്യം എന്താ പറഞ്ഞത്? ഓക്കെ. അപ്പൊ പോളിയോ എന്നൊരു അസുഖത്തിന് എന്താണ് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല അല്ലെ? ഏകദേശം 5 വയസ്സ് പ്രായമുള്ള കുട്ടികളിലാണ്, പ്രധാനമായും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത്തരത്തിലൊരു രോഗം കണ്ടുവരുന്നത് അല്ലെ? ഓക്കെ. പോളിയോ ബാധിച്ചവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുള്ള ഒരാളൊന്ന് പറഞ്ഞേ, എന്താണ് അവരുടെ പ്രത്യേകത? പോളിയോ ബാധിച്ച ആൾക്കാരുടെ നടക്കാനുള്ള ബുദ്ധിമുട്ട്, കാലിങ്ങനെ ശേഷി കുറവുണ്ടാവും, കാല് നേർത്തത്, വളർച്ചക്കുറവ്, തലയ്ക്ക് വലിപ്പം കൂടും, അവരുടെ സംസാരത്തിന് ബുദ്ധി കുറവായിരിക്കും. എന്ത് കുറവായിരിക്കും? ബുദ്ധി കുറവായിരിക്കും, കാലിന് ശോഷിപ്പുണ്ടായിരിക്കും, കൈകാലുകൾക്കുണ്ടാവുന്ന ശോഷണക്കുറവ്, സംസാര വൈകല്യം, സംസാര വൈകല്യം എല്ലാം നിങ്ങൾക്ക് അല്ലെ? നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കുറച്ചുകൂടെ അറിയാൻ പറ്റും അല്ലെ? ഇതെന്താണ്? 5 വയസ്സിന്
ഇനി ഇതാ ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. ആ ഓക്കെ ഓക്കെ. അപ്പൊ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണിത് പൂർണ്ണമായിട്ടും കണ്ടുവരുന്നത് അല്ലെ. പോളിയോ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണിത് അല്ലെ. പോളിയോ വൈറസ് ഉണ്ടാകുന്ന ഒരു രോഗമാണിത്. ഇതിന് എന്താണ് രോഗലക്ഷണങ്ങളോ നേരിയ ലക്ഷണങ്ങളോ പോലും ഇനി കാണിക്കുന്നില്ല കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഒരു രോഗലക്ഷണങ്ങളോ അല്ലെങ്കിൽ നേരിയ തരത്തിൽ പോലും എന്താണ് ഈ രോഗം വരുന്നതിന് മുമ്പായിട്ട് യാതൊരുവിധ ലക്ഷണങ്ങളും ഇത് കാണിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇതെങ്ങനെ കണ്ടുപിടിക്കും അല്ലേ? ഇങ്ങനെയായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്. ഇത് ചിലരില് പെട്ടെന്ന് തന്നെ സ്ട്രോക്കിന് സാധ്യത ഉണ്ടാവും. മുതിർന്നവരിലെ പെട്ടെന്ന് തന്നെ പക്ഷാഘാതം ഉണ്ടാവാനുള്ള ചാൻസസ്. പക്ഷാഘാതം എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോക്ക് ഉണ്ടാവാനും അതിലൂടെ എന്താണ് ചിലരിൽ അതില് മരണത്തിലേക്കും മരണം എന്ന അവസ്ഥയിലേക്കും എന്താണ് എത്തിപ്പെടാനും ചാൻസസ് ചില കേസസില് കണ്ടുവരുന്നുണ്ട് കേട്ടോ. കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാവുമോ? എന്തോ? കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാവോ? ഇല്ല, കൊച്ചുകുട്ടികൾക്കെല്ലാം മുതിർന്നവര് കേട്ടോ. അതായത് തളർവാദം വന്ന് കിടക്കുന്ന രോഗികള് അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് പെട്ടെന്ന് ഇത് മുതിർന്നവർക്ക് വരുമോ മിസ്സേ? കുട്ടികളിലല്ലേ വരിക? മുതിർന്നവരിലും കാണപ്പെടുന്നുണ്ട്. ചിലരിൽ പക്ഷാഘാതം വരുമെന്നും പറയപ്പെടുന്നുണ്ട്. പുതിയ പഠനങ്ങളിലൂടെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം, എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. ഇനി പോളിയോ എങ്ങനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും? പോളിയോ തടയാനുള്ള മാർഗം എന്താണ്? അതിന് വേണ്ടിയിട്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള വാക്സിനേഷൻ എടുക്കുക. പോളിയോ തടയാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ് വാക്സിനേഷൻ എടുക്കുക എന്നത് അല്ലെ. വാക്സിനേഷൻ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുക എന്നുള്ള പ്രത്യേക കാരണം എന്താണ്? ഇതുപോലുള്ള ഇത് അസുഖങ്ങള്, അതായത് വാക്സിൻ എടുക്കാത്തത് മൂലമാണ് ഇത്തരം ഗുരുതരാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അത് എടുക്കുകയാണെങ്കിൽ എന്താണ് അതിൽ നിന്ന് നമുക്ക് പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്? വാക്സിൻ എടുക്കുക. അപ്പോ ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോളിയോ ജീവനോടെ ഉണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ പോളിയോ? ഇപ്പോഴും കാണപ്പെടുന്നുണ്ടോ പോളിയോ? ഇന്ത്യയില് വളരെ കുറവായില്ലാന്ന് തോന്നുന്നു. നമ്മളുടെ ചില ഭാഗങ്ങളിൽ എന്താണ് ഇപ്പോഴും പോളിയോ കേസുകൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കേട്ടോ. ഇപ്പോഴും പോളിയോ പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലായിട്ട് കാണപ്പെടുന്നുണ്ടെന്നാണ്, കേസുകൾ വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്നിരുന്നാലും എന്താണ് എണ്ണം വളരെ കൂടുതലല്ല അല്ലെ. എണ്ണം ഗണ്യമായി കുറഞ്ഞു വന്നിരിക്കുകയാണ്. എങ്കിലും പല ഇടങ്ങളിലും ഈ കേസസുകൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര ശ്രമങ്ങളും നമ്മുടെ ഹെൽത്തിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് അതിന്റെ പേരിൽ നടക്കുന്നുമുണ്ട് കേട്ടോ. എന്താണ് ഈ രോഗം മാക്സിമം ആയിട്ട് തടയുക എന്നതാണ് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് എന്താണ്? വാക്സിൻ കൊടുക്കുക എന്നത് അല്ലെ. അപ്പൊ നിങ്ങളുടെ കുട്ടികളെല്ലാവരും പോളിയോ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ലേ? കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഈ കുട്ടികൾക്ക് ഇത് 4 പ്രാവശ്യമായിട്ടാണ് ഈ ഡോസസ് കൊടുക്കുന്നത്. പോളിയോ കൊടുക്കുന്നത് 4 പ്രാവശ്യമായിട്ടാണ് അല്ലെ. അപ്പൊ ഇതാരാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആണ് അല്ലെ. ഹെൽത്ത് സെന്ററിലാണ് നമ്മള് പോളിയോ എടുക്കാനായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താണ് 2 മാസം പ്രായമുള്ളപ്പോഴാണ് ആദ്യത്തെ ഡോസ് കൊടുക്കുന്നത്. 2 മാസം വിനോ മ്യൂട്ടി കേട്ടോ. 2 മാസം പ്രായമുള്ളപ്പോഴാണ് ആദ്യത്തെ ഡോസ് കൊടുക്കുന്നത്. 2 മാസം പ്രായമുള്ളപ്പോൾ കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ എന്താണ് നമ്മളുടെ കയ്യിൽ ഹോസ്പിറ്റലിലെ ഷീറ്റ് ഉണ്ടാവില്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റലുള്ളവരാണെങ്കിലും മറ്റു പ്രൈവറ്റ് ആണെങ്കിലും എന്താണ് വാക്സിനേഷന്റെ ഒരു നമ്മളുടെ ലിസ്റ്റ് ഇല്ലേ? സ്ലിപ്പല്ല, അതിന്റെ പേരെന്താണ്? നമ്മളുടെ കയ്യിലെ ബേബി കാർഡ്. വാക്സിനേഷൻ ചാർട്ട്. ഓക്കെ, അതിലെന്തെല്ലാമാണ് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ കുഞ്ഞെന്നാണ്, ഏത് ഹോസ്പിറ്റലിലാണ് ജനിച്ചത്, അന്നുണ്ടായ തൂക്കം, ആ ജനന തീയതി, പിന്നെന്താണ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന വാക്സിൻ അവിടെ ഏതാണ്? BCG എടുക്കുന്നത് അല്ലെ. അത് നമ്മൾ ആദ്യം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. പിന്നെ നമ്മുടെ ഡെലിവറി നോർമൽ ആണോ അല്ലെങ്കിൽ സിസേറിയൻ ആണോ എന്ന രീതിയിലും അവിടെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അതിനകത്ത് പ്രത്യേകം ആ കോളങ്ങളിൽ എഴുതിയിട്ടുണ്ടാവും. അതാണ് എന്താ വാക്സിനേഷൻ ചാർട്ട് എന്ന് പറയുന്നത്.
ചാപ്റ്റർ ഫസ്റ്റ് തുടങ്ങി എന്ത് ചെയ്യുന്നവരെ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്? ഈ എല്ലാ വാക്സിനേഷന്റെയും ഡീറ്റെയിൽസ് ഏതൊക്കെ മാസം ഏതെടുക്കണം, ഏത് വാക്സിൻ ആണെന്നുള്ളത് വ്യക്തമായിട്ട് അതില് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ആരെങ്കിലും കയ്യിൽ ഇപ്പൊ ഉണ്ടോ? അത് അവൈലബിൾ ആണോ? ഇപ്പൊ കയ്യിലുണ്ടോ? നമുക്ക് ക്ലാസ്സിന് വേണ്ടി ഒന്ന് കാണിക്കാവോ? ഒരാളെടുത്താൽ മതി കേട്ടോ, ബാക്കിയുള്ളവരോട് ശ്രദ്ധിക്കാം. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം മതി കേട്ടോ, എനിക്ക് വേണ്ട. നിങ്ങൾക്ക് അത് അടുത്ത ക്ലാസ്സിൽ കാണിക്കും. സുപിത കാണിക്കുന്നുണ്ട്. സുപിത അതൊന്ന് ഓപ്പൺ ചെയ്തേ. മിനിമോളുടെ കയ്യിലുണ്ട്. ഓക്കെ സുപിത, അതിന്റെ മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? സുപിത മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യട്ടോ. ഇതാണോ? അതെ. എന്താ എഴുതിയിരിക്കുന്നത്? സംയോജിത മാതൃസംരക്ഷണ ശിശു വികസന സേവനങ്ങൾ. സേവനങ്ങൾ. അതിൽ ആദ്യം ഏതാണ് കൊടുത്തിരിക്കുന്നത്? ഗർഭിണിയുടെ പേര്, പിന്നെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഭർത്താവിന്റെ പേര്, അഡ്രസ്, പിന്നെ നമ്മുടെ പീരീഡ്സ് ലാസ്റ്റ് പീരീഡ് ഓഫ് ഡേറ്റ് അല്ലേ? പിന്നെ ആശാവർക്കറിന്റെ അഡ്രസ്, ആശാവർക്കറിന്റെ നമ്മുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് തുടങ്ങിയെന്ന് പറഞ്ഞേ, വാക്സിനേഷൻ തുടങ്ങിയ പറഞ്ഞേ. ഏതാണ്? ഇതോ? അതെ അതെ. ഇത് TT എടുത്തതാണ്. TT. പിന്നെ കൊച്ചിന് വാക്സിൻ കൊടുത്തതാണോ? അതെ അതെ. ഫസ്റ്റ് തുടങ്ങി ഒന്ന് വായിച്ചു, ഒരു 2-3 വായിച്ചേ. ഇതല്ലേ? അതെ, അത് എഴുതിയിട്ടുണ്ടല്ലോ. BCG തുടങ്ങിയുള്ളൊന്ന് വായിച്ചേ. കൺഫ്യൂഷൻ ആവണ്ട. മാം വായിക്കട്ടെ ഞാന്? എന്നാ പിന്നെ ഇത് വായിക്കോ. മാം ഇതാണ് എന്റെ മോളുടെ കാർഡ്. പറഞ്ഞോ. ഇതാണ് എന്റെ മോളുടെ കാർഡ്. നാട്ടിലെ ഫയല് നാട്ടിലാണ്, ഇത് ഇവിടെ ഗൾഫിലുള്ളതാണ്. ഇതിൽ ഞാൻ പക്ഷെ ഫസ്റ്റ് തൊട്ടിട്ടുള്ള എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട് പേജ് ഉണ്ടാവുക മോളുടെ. ഇതാണ് എന്റെ മോള്. ഓക്കെ, ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വാക്സിൻ വന്നിട്ട് ഫസ്റ്റ് 3 ബർത്തിൽ കൊടുത്ത 3 BCG ഓറൽ പോളിയോ വാക്സിൻ ഫസ്റ്റ് ഡോസ്, ഹെപ്പറ്റൈറ്റിസ് B ഫസ്റ്റ് ഡോസ്. അത്ര മതി. നിങ്ങൾ കാണിക്കാൻ വേണ്ടി പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ വാക്സിനേഷൻ ചാർട്ട് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. മാം, BCG എടുക്കുമ്പോൾ തന്നെ 0 ഡോസ് കൊടുക്കുവോ? എന്താണ്? BCG എടുക്കുമ്പോൾ തന്നെ 0 ഡോസ് കൊടുക്കുവോ ഫസ്റ്റ്? അപ്പൊ ആദ്യത്തെ 2 മാസം പ്രായമുള്ളപ്പോഴാണ് ആദ്യ ഷോട്ട് കൊടുക്കുന്നത് അല്ലെ? പോളിയോയുടെ ആദ്യ ഷോട്ട് കൊടുക്കുന്നപ്പോഴാണ് 2 മാസം പ്രായമുള്ളപ്പോഴും. അടുത്തത് 4 മാസം പ്രായമുള്ളപ്പോഴാണ് രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നത് കേട്ടോ. 4 മാസം പ്രായമുള്ളപ്പോഴാണ് രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നത്. ഇനി നിർത്തി കേട്ടോ. 4 മാസം പ്രായമുള്ളപ്പോഴാണ് രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നത്. 6-നും 18-നും ഇടയിലാണ് മൂന്നാമത്തെ ഷോട്ട് കൊടുക്കുന്നത്. 6-നും 18-നും ഇടയിലാണ് മൂന്നാമത്തെ ഷോട്ട് കൊടുക്കുന്നത്. 4-നും 6-നും ഇടയിലാണ് ബൂസ്റ്റർ ഷോട്ട് കൊടുക്കുന്നത്. 4-നും 6-നും ഇടയിലാണ് ബൂസ്റ്റർ ഷോട്ട് കൊടുക്കുന്നത്. ഇപ്പൊ കൊടുത്ത അമ്മമാർക്കാണെങ്കിൽ അറിയാൻ പറ്റും അല്ലെ, എങ്ങനെയാണ് ഏത് അളവിലാണ് കൊടുത്തിരുന്നത്, ഏത് മാസത്തിലാണെന്നുള്ളത്. ഏറ്റവും തീരെ കുഞ്ഞുങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ? തീരെ കൂടി കുഞ്ഞുങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു വയസ്സുള്ള. 1 വയസ്സ്. 8 മാസം പ്രായമുള്ള കൊച്ചുണ്ട്. 8 മാസം പ്രായമുള്ള. ഓക്കെ, അപ്പൊ പോളിയോ കൊടുത്തിട്ടുണ്ടാവോ?
രണ്ടാമത്തെ ആശുപത്രി കഴിഞ്ഞല്ലേ? ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റും അല്ലേ? നമ്മളിത് കൈകാര്യം ചെയ്യുന്ന മേഖല തന്നെയല്ലേ? അമ്മമാരെന്ന നിലയിൽ നമ്മളത് കൈകാര്യം ചെയ്യുന്ന മേഖല ആയതുകൊണ്ടാണ് നമുക്ക് അറിയാം വാക്സിനേഷൻ കാര്യങ്ങൾ. എന്നിരുന്നാലും എന്താണ് പോകെ പോകെ ചിലപ്പോൾ നമ്മളത് വിട്ടുപോകാൻ ചാൻസസ് ഉണ്ട് അല്ലേ? ഒരുപാട് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് നമ്മളത് ഓർക്കും, ഇന്ന മാസം കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. പക്ഷെ ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ജോലിത്തിരക്കുള്ളൂ അല്ലെങ്കിൽ ചിലർ മറന്നു പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? മറന്നു വഴിക്ക് എടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ അടുത്തിടെ എന്താണ് പ്രത്യേകമായിട്ട് ഇങ്ങനെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് അതിനൊരു ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് മാക്സിമം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളത് എന്താണ് അത് ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ വാക്സിൻ എടുക്കാത്തവർ എന്തായാലും വാക്സിനേഷൻ എടുത്തിരിക്കണം. ഇത് ഇത്രയും പഠിച്ചപ്പോഴല്ലേ ഇതിന്റെ മൂലം എന്തെല്ലാം രോഗങ്ങൾ ഏതെല്ലാം രോഗാവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലായത്. വാക്സിനല്ലേ അടുത്തില് കുഴപ്പമില്ല എന്നുള്ള മൈൻഡിൽ വിടുന്നത് എന്തായിരിക്കാം എന്നാണ്. പക്ഷെ ഇത്തരം ഗുരുതരമായ അവസ്ഥകൾ ഇതിന്റെ പുറകിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ ആൽഫ. ഓക്കെ, അപ്പോ എന്താണ് പോളിയോ എന്ന് നമ്മൾക്ക് മനസ്സിലായി അല്ലേ? ഇതെന്താണ് വാക്സിനേഷനിലൂടെ ഈ പോളിയോ നമ്മൾക്ക് പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് എന്താ? നെക്സ്റ്റ് പ്രതിരോധ കുത്തിവയ്പ്പാണ് എന്താ? അല്ലേ? ബേബീസ് immunized against measles between the age of 9 and 12 months and boosted in the form of MMR vaccine at 15-18 months. Should there be an epidemic of measles in the area of, or should a family member get measles before the baby has been immunized? The doctor usually immunizes the baby to protect it from catching it or keeping the case from becoming a bad one if the baby before had it. അയ്യോ, എന്താണ് ഇത്? എന്താണ് മീസിൽസ് എന്ന് പറയുന്നത്? അഞ്ചാം പനി. അഞ്ചാം പനിനെ ഇത്ര മാരകമായിട്ട് പറഞ്ഞിരിക്കുന്നല്ലേ ഇവിടെ. ഓക്കെ, അപ്പൊ ഇത് ഏത് മാസത്തിലാണ് ഇതിന്റെ ബൂസ്റ്റർ എടുക്കുന്നത്? 9 മാസത്തില്. 9 മാസം. 9 മുതൽ 12 വരെ അല്ലേ? 9-12 മാസങ്ങളിലാണ് എന്താ കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കുന്നത് അല്ലെ? ബൂസ്റ്ററിൽ ഫോം ഓഫ് ഏത് ഫോമിലാണ് എടുക്കുന്നത്? MMR വാക്സിൻ ആണ് അല്ലെ? MMR വാക്സിൻ. എന്താണ് MMR എന്ന് പറഞ്ഞാല്? മംസ്, മീൽസ്, റുബെല്ല. റൂബെല്ല ഫുൾ ഫോം പഠിക്കണം കേട്ടോ. സ്പെല്ലിംഗ് ഒന്ന് പറയോ? മംസ്, MUMS, MUMPS, മംസ്, മീസിൽസ്, റുബെല്ല. റുബെല്ല അവിടെ തന്നെ കിടപ്പുണ്ട്, കണ്ടോ? കണ്ടു. മീസിൽസ്, റുബെല്ലയാണ് MMR വാക്സിൻ. ഒന്നുകൂടി പറയണോ? മംസ്, MUMPS, മംസ്, മീസിൽസ്, MEASLES, മീസിൽസ് അല്ല, ഇതാണ് MMR. ഏത് പ്രായത്തിലാണ് എടുക്കുന്നത് MMR എടുക്കുന്നത്? 9-12. 9 to 12 months. 9 മുതൽ 12 മാസം വരെ. 12 months and 18. അപ്പൊ ഏകദേശം എന്ത് പ്രായമായിട്ടുണ്ടാവും നിങ്ങള്? ഒരു വയസ്സ് 1 വയസ്സ് 3 മാസവും 1.5 വയസ്സ്. 1.25 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. 1.5 വയസ്സ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാല് MMR വാക്സിൻ എന്ന് പറഞ്ഞാല് കുറച്ച് എന്താണ് ചില കുട്ടികളിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലെ?
നിങ്ങൾക്ക് എന്തെന്നാലും എടുത്തപ്പോ എന്തായിരുന്നു റിയാക്ഷൻ എങ്ങനെയായിരുന്നു നിങ്ങളുടെ? കുട്ടികൾക്ക് നടക്കാൻ പറ്റൂല, കാല് രണ്ടില് വേണം എടുക്കുന്നപ്പോ നടക്കാൻ പറ്റൂല. കാലിന് നല്ല വേദന കാണും, നല്ല ടെമ്പറേച്ചർ നല്ല കാണും. പെയിൻ ചെറിയ ഉണ്ടാവും, ചെറിയ ഫീവർ ടെമ്പറേച്ചർ ഉണ്ടാവും. കാണും. ഭയങ്കര പനിയായിരിക്കും. ഇഞ്ചക്ഷൻ കൊടുത്ത് കാലിലാണ്, അപ്പൊ കാലനക്കാൻ പറ്റില്ല. പിന്നെ നല്ല പെയിൻ ഉണ്ടാവും, നല്ല ഫീവർ ഉണ്ടാവും. 2 കാലിലും ഉണ്ടാവും. 2 കാലിലും കൊടുക്കും. 2 കാലിലും കൊടുക്കും. പിന്നെ എന്താണ് നല്ല പനി ഉണ്ടാവും അല്ലെ? നല്ല പനി ഉണ്ടാവും. കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ചൂട് വരണ പോലെ, വെള്ളം വരണ പോലെ, അങ്ങനെയൊക്കെ കുട്ടിക്ക് നല്ല ഒരു ഭയങ്കര ക്ഷീണായിരിക്കും 1-2 ദിവസം. മാം ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? അതെ, ഞാൻ ഒരു 8th 9th പഠിക്കുമ്പോൾ എനിക്ക് റുബെല്ല വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഏജിലുള്ളവർക്ക് എടുക്കുമോ? മാം, യൂഷ്വലി റുബെല്ല വാക്സിൻ പെൺകുട്ടികൾക്ക് ദ ഏജ് ഓഫ് 9 കൊടുക്കുന്നാണ് കേട്ടിട്ടുള്ളത് മാം. ചിലപ്പോ നേരത്തെ എടുക്കാത്തവർക്ക് വൈകിയാണെങ്കിലും കൊടുക്കും കേട്ടോ. പ്ലസ് 10th പഠിക്കുമ്പോ പെൺപിള്ളേർക്ക് എടുക്കുന്നുണ്ടായിരുന്നു. പുതിയ ഇതാന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ഭാവിയിൽ കുട്ടികൾ വൈകല്യമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു പെൺകുട്ടികൾക്ക് മാത്രം ഒരു 15 വയസ്സ് 16 വയസ്സിൽ എടുക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. ഇപ്പൊ ഉണ്ടോന്ന് അറിയത്തില്ല. കാലയളവില് എടുക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് കേട്ടോ. അതെന്തിനാ മാം എടുക്കുന്നത് റുബെല്ല വാക്സിനേഷൻ 12-14 വയസ്സില്? 12-14 വയസ്സില് റുബെല്ല വാക്സിനേഷൻ എന്തിനാണ് എടുക്കുന്നത്? റുബെല്ല വാക്സിനേഷനിലേക്ക് നമ്മൾ എത്തട്ടെ. നമ്മൾ മീസിൽസ് കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ. ഓക്കെ. അഞ്ചാം പനി എന്ന് പറയുന്നത് ഇതിനെ റൂബിയോള എന്നും അറിയപ്പെടുന്നു കേട്ടോ. മറ്റൊരു പേരാണ് റൂബിയോള. 5ാം പനി അഥവാ റൂബിയോള എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. റൂബിയോള, റുബെല്ലയല്ല, റൂബിയോള എന്നും അറിയപ്പെടുന്ന മറ്റൊരു മീസിൽസിന്റെ മറ്റൊരു പേരാണ് റൂബിയോള. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, റൂബിയോള. സ്പെല്ലിംഗ് പറയോ? അതിനോണ്ട് വാ. RO എടുക്കുന്നുണ്ടോ? RUBEULA. മാം ഒന്നുകൂടെ പറയാമോ? RUBEYOLA, റൂബിയോള. അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. സ്പെല്ലിങ്ങിന് പേടിക്കാൻ വേണ്ട. അപ്പൊ 5ാം പനിയുടെ രോഗം എന്താണ്? കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗുരുതര അവസ്ഥയിലേക്ക് പോകാനായിട്ട് ചാൻസസ് ഉള്ള ഒരു രോഗമാണ് എന്ത്? മീസിൽസ് അഥവാ 5ാം പനി എന്ന് പറയുന്നത് അല്ലെ. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കടുത്ത പനിയോ, മൂക്കൊലിപ്പ്, ശരീരം വേദന, പിന്നെന്താണ് തൊണ്ടവേദന, പേശിവേദന തുടങ്ങിയവയാണ് ഈ 5ാം പനിയുടെ പ്രധാന ലക്ഷണങ്ങളിൽ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? കഠിനമായ പനിയായിരിക്കും. കുഞ്ഞുങ്ങളില് കഠിനമായ പനിയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ കാണപ്പെടുന്നത്. എന്നാൽ ഇതിന് വാക്സിനേഷൻ എടുക്കുന്നത് വഴി ഇത്തരത്തിലുള്ള രോഗം നമ്മൾ പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഈ രോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചുണങ്ങ് രൂപത്തിലാണ് ഇത് രൂപപ്പെടുന്നത് കേട്ടോ. ചുണങ്ങ് അറിയില്ലേ നിങ്ങൾക്ക്? എന്താണ് ചുണങ്ങ് എന്ന് പറഞ്ഞാല്? വെള്ളപ്പാട്. വെള്ളപ്പാടില് അല്ലെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുമെന്നാണ് ഇതില് പറയപ്പെടുന്നത്. ഓക്കെ, 5ാം പനിയുടെ പിക്ചർ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ആ പാടുകൾ കാണാൻ സാധിക്കും. അതിന്റെ ഇമേജസ് അവിടെ ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചുവന്ന കുരുക്കൾ പോലെ കാണൂലേ? ചുവന്ന കുരുക്കൾ പോലെ ചുവന്ന പോലെ കാണപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് ശരീരത്തിന്റെ ഒരു പ്രതലത്തിൽ മാത്രമല്ല, എല്ലാ പ്രതലങ്ങളിലും ഇത് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊരു പകർച്ചവ്യാധിയാണ് അല്ലെ. ഇതൊരു പകരുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത് 5ാം പനി എന്ന് പറയുന്നത്.
അത് എങ്ങനെയൊക്കെയാണ് ഇത് പകരുന്നത്? പനി മൂലം ഉണ്ടാകുന്ന കടുത്ത ജലദോഷവും തുമ്മലും ഉണ്ടാകും അല്ലെ? അപ്പൊ അതിന് വഴി എന്താണ്? തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോഴെന്താണ് ഈ അണുക്കള് ഇതിലൂടെ എന്താണ് പകരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇതെന്താണ്? ഇതൊരു വലിയൊരു പകർച്ചവ്യാധി തന്നെയാണ് എന്ത്? അഞ്ചാം പനി അഥവാ മീസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതികഠിനമായ പനിയും എന്താണ് തുമ്മല്, ജലദോഷം, ചുമ തുടങ്ങി ശരീരത്തിന്റെ പേശികൾക്ക് വരെ എന്താണ് നല്ല വേദനയും അതുപോലെ തന്നെ ചെറിയ ചുമന്ന ചുണങ്ങുകളൊക്കെ ചുമന്ന കുരുക്കളൊക്കെ ഇതില് രൂപപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു പകരുന്ന അസുഖമാണ്. ഓക്കെ, അപ്പൊ അഞ്ചാം പനിയുടെ വാക്സിൻ ആയിട്ട് എടുക്കുന്നത് ഏത് വാക്സിൻ ആണ്? അഞ്ചാം പനിക്ക് കൊടുക്കുന്ന ഒരു ഡോസ് ആണ് ഇവിടെ അല്ലെ? മംസ്, മീസിൽസ്, റൂബെല്ലയാണ്. ഇതാണ് ഇതൊരു അഞ്ചാം പനിക്ക് കൊടുക്കുന്ന ഒരു സംയോജിത വാക്സിൻ ആണ് എന്ത്? മംസ്, മീസിൽസ്, റൂബെല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സംയോജിത വാക്സിൻ ആയതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് എന്താണ് പനിയും അതുപോലെ തന്നെ പെയിനും രൂപപ്പെടുന്നത്. അതിശക്തമായ പെയിൻ ആയിരിക്കും കൈകാലുകൾക്ക് അനുഭവപ്പെടുന്നത്. ചിലരിൽ എന്താണ് ഗുരുതരാവസ്ഥയിലേക്കും ഈ മെമ്മന്മാർ എടുത്തതിന് ശേഷം എന്താണ് ചിലരിലെ ഗുരുതരാവസ്ഥയിലേക്ക് ചില കുട്ടികളുള്ളത് ചില കേസസിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ മോനെ മെമ്മന്മാർ എടുത്തതിന് ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എന്താണ് പെട്ടെന്നാണ് പനി വരികയും ഫിക്സ് വരികയും ചെയ്തത് കേട്ടോ. പെട്ടെന്നായിരുന്നു ചെറിയ ചൂടുണ്ടായതാണ്. പക്ഷെ എന്താണ് പെട്ടെന്ന് തന്നെ കുഞ്ഞ് നന്നായിട്ട് പനിക്കുകയും 100 മേലെയായിരുന്നു പനി. 102 അത്രയും കൊണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ എന്താണ് ഫിക്സ് വരികയും ചെയ്തു. ചില കേസിൽ അങ്ങനെയും വാക്സിനേഷൻ വഴി എന്താണ് ചില കുഞ്ഞുങ്ങളില് ഇങ്ങനെ അസുഖങ്ങൾ പെട്ടെന്ന് രൂപപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം പിന്നെ പനി വരുമ്പോൾ എന്റെ മോനെ 2 പ്രാവശ്യവും പിന്നെയും വന്നിരുന്നു. പിന്നെ അതിനുശേഷം വന്നിട്ടില്ല. ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം അത് മാറിയാണ്. മീസിൽസ് ചെറുതിലെ എക്സ്പീരിയൻസ് എനിക്ക് ചെറുതായിട്ടുള്ള ഒരു ഓർമ്മയുണ്ടായി. ഭയങ്കര പനിയായിരുന്നു. പിന്നെ അന്ന് കലാമിൻ ലോഷനാണ് അന്നത്. അതെല്ലാം ആ ചുണം കൊടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കുരുക്കൾ പോകാനും ചെറിച്ചില് മാറാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത് അല്ലെ? കലാമിൻ ലോഷൻസ് കൊടുക്കുന്നത്. അല്ലാതെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് എന്താണ് മരുന്നുകൾ ഉണ്ടായി. സിറപ്പ് ഇങ്ങനെ തുടങ്ങി പ്രതിരോധിക്കാനുള്ള മറ്റു മരുന്നുകളും അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ മീസിൽസ് വന്നു കഴിഞ്ഞാൽ കണ്ണില് ബാധിക്കും പറഞ്ഞുള്ളത് തന്നെയാണോ? ഇല്ല, കണ്ണിനെയല്ല. കാരണം അത് പനിയാണത്. കടുത്ത പനിയായിരിക്കുള്ളൂ കേട്ടോ. പിന്നെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ചുണക്കുകളും കുരുക്കളും ആണ് ഇതിൽ രൂപപ്പെടുന്നത്. കണ്ണിന് പ്രത്യേകിച്ച് അങ്ങനെ അറിവുണ്ടാവും. അതെ, എന്റെ മോൻക്ക് വന്നിരുന്നു മീസിൽസ്. ചിലപ്പോ ചിലരിൽ വരുന്നുണ്ടാവും, ചില കേസിൽ ഉണ്ടാവായിരിക്കും കേട്ടോ. ഓക്കെ, മാം ഇപ്പം മാമിന്റെ മോന് വന്നെന്ന് പറഞ്ഞില്ലേ, അത് ഈ MMR കൊടുത്തത് കണ്ടാണോ അല്ലെങ്കിൽ പനിച്ചത് കൊണ്ടായിരിക്കോ വിക്സ് വന്നിട്ടുണ്ടാവുക? MMR കൊടുക്കുമ്പോ പെട്ടെന്ന് തന്നെ പനിക്കുന്നവരെ പറഞ്ഞ നിർദ്ദേശം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. പക്ഷെ എന്താണെന്നറിയില്ല, കുഞ്ഞിന് പെട്ടെന്ന് പനിച്ചു. ഡോക്ടർ പറഞ്ഞത് വാക്സിൻ എടുത്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് പനി വന്നത്. അത് ചിലപ്പോൾ പെട്ടെന്നാണ് അത് ബ്രെയിനിലേക്ക് ഫിക്സ് വരുന്നത്. എങ്ങനെയാണെന്ന് അറിയാലോ നിങ്ങൾക്ക്. പെട്ടെന്ന് ബ്രെയിനിൽ അങ്ങോട്ട് ചൂടാവും. എന്റെ മോനിക്ക് ഇപ്പൊ 10 മാസമായി. പക്ഷെ ഇപ്പം പനി വന്നപ്പോ സമയത്ത് ഇങ്ങനെ വന്നിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ് പനി കുഴപ്പമില്ല കേട്ടോ. പനി വരുന്ന സമയത്ത് വരുന്നത് കൊണ്ട് അത് കാര്യാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ പോളിയോ കൊടുക്കുമ്പോ ഇത് മുൻകൂട്ടി കാണണം എന്നുള്ളത് കൊണ്ടാണ് ചോദിച്ചത്. പനി ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുക്കാം. ഞാൻ മരുന്ന് കൊടുത്തെങ്കിൽ പക്ഷെ ഇങ്ങനെന്തോ അത് നമുക്ക് എന്താ പറയാ പെട്ടെന്ന് രോഗമൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് മുൻകൂട്ടി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും അല്ലെ? എനിക്ക് ഇപ്പൊ അത് പറഞ്ഞത് പനി കൂടുമ്പോ മാത്രമേ വരുള്ളൂ, അല്ലാതെയുള്ള വിക്സ് അല്ല. അതുകൊണ്ട് ടെൻഷൻ ആവണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെ നമ്മളെന്താ പനി വരുമ്പോ കുഞ്ഞുങ്ങളെ തുടയ്ക്കുക, പിന്നെ നെറ്റിയിൽ തുണി നനച്ചിടുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അതൊക്കെ എന്താണ് പനി കുറയ്ക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം പരിധി വരെ എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിലും നമ്മളൊന്ന് കരുതിയിരിക്കണം. കുഞ്ഞുങ്ങളുടെ MMR കൊടുക്കുമ്പോൾ കുറച്ച് കരുതിയിരിക്കണം. കുറച്ച് അത് പെട്ടെന്ന് പെയിൻ കൂടുതൽ പെട്ടെന്ന് പനി വന്നൊരു വാക്സിനാണ്. പോലെ ആയിരിക്കണമെന്നില്ല കേട്ടോ. ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുക, ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ,
അപ്പൊ നമ്മള് ഗർഭിണിയാവുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വാക്സിനേഷനുകൾ തന്നെ ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഗർഭിണിയാവുന്നതിന് മുമ്പ് എടുത്തിട്ടില്ല നിങ്ങള്? TT എടുത്തിട്ടുണ്ട്. TT എടുത്തിട്ടുണ്ട് 2 തവണ. ഗർഭിണിയായതിനു ശേഷം നമ്മള് TT എടുക്കും അല്ലെ? അത് എത്ര ഡോസ് എടുത്തിട്ടുണ്ട്? 2. ഒന്ന് 3-ാം മാസത്തിലും ഒന്ന് 6-9. 3-ാം മാസത്തിലും 5-ാം മാസത്തിലും. 3-ാം മാസത്തിലും 5-ാം മാസത്തിലും നമ്മൾ TT എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ TT എടുക്കുന്നത് മനസ്സിലായില്ലേ? ഇത്തരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് നമ്മളിലും കുഞ്ഞുങ്ങളിലും ഗർഭസ്ഥ ശിശുവിനും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇത്തരത്തിലുള്ള TTകൾ എടുക്കുന്നത്. ഓക്കെ. ഇനി പ്രസവശേഷം ഗർഭിണികൾക്കും അതുപോലെ തന്നെ മുലയൂട്ടുന്ന സമയത്തും വാക്സിനുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ചിലവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി ഇപ്പൊ ഡെലിവറി ഇപ്പൊ പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ എന്താണ് കുഞ്ഞിന് മുലയൂട്ടുകയാണ്, അപ്പൊ വാക്സിൻ എടുത്താൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടാവും നമ്മളല്ലേ. അങ്ങനെയൊന്നുമില്ല. എന്താണ് വാക്സിനുകൾ എപ്പോഴും സേഫ് തന്നെയാണ്. ഗർഭിണിയായ സ്ത്രീകൾക്കും കുഞ്ഞിന്റെ പ്രസവശേഷവും മുലയൂട്ടുന്ന അമ്മമാർക്കും എന്താണ് വാക്സിനുകൾ എടുക്കാവുന്നതാണെന്നാണ് ആരോഗ്യ മേഖലയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ. പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സുകളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് വാക്സിനാണ് നമ്മൾ മീസിൽസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്? ഏത് വാക്സിനേഷനാണ്? എന്താണ് MMR-ന്റെ ഫുൾ നെയിം എന്താണ്? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്താണെന്ന് നോക്കിയാലോ. ജർമ്മൻ മീസിൽസ് ആണ് റുബെല്ല എന്ന് പറയുന്നത് അല്ലെ. ജർമ്മൻ മീസിൽസ് ആണ് റുബെല്ല അഥവാ ഇതൊരു പകർച്ചവ്യാധിയായ ഒരു രോഗമാണ് അല്ലെ. ഇത് ഒരു പകർച്ചവ്യാധിയായ വൈറൽ രോഗമാണ്. പകർച്ചവ്യാധിയായ വൈറൽ രോഗമാണ് എന്ത്? റുബെല്ല എന്ന് പറയുന്നത്. Unless there is an epidemic in the area or case in the family, doctors usually prefer to immunize babies against rubella when they are 1.5 years old. എന്താണ്? ഇപ്പൊ ഒരു പ്രദേശത്ത് പകർച്ചവ്യാധി മൂലമായിരിക്കും ഈ രോഗം കണ്ടെത്തിയിട്ടുണ്ടാവുന്നത് അല്ലെ. അത് മാത്രമല്ല എന്താണ്, ചിലരുടെ കുടുംബങ്ങളിലെ ഫാമിലി മെമ്പേഴ്സിന് ആരെങ്കിലും തന്നെ എന്താണ് ഇത്തരത്തിലെ രോഗം വന്നിട്ടുണ്ടാകാം. അപ്പൊ അതിൽ നിന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് ഈ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ പ്രതിരോധ കുത്തിവെപ്പുകള് എടുക്കുന്നത്. റുബെല്ല എന്ന് പറയുന്നത് എന്താണ്? ഒരു പകർച്ചവ്യാധിയാണ്. ഇറ്റ്സ് ആൻ എപ്പിഡമിക് ഡിസീസസ് ആണ് അല്ലെ. പകർച്ചവ്യാധിയാണ് റുബെല്ല എന്ന അസുഖം. ഓക്കെ. അപ്പൊ ഈ റുബെല്ലയും മീസിൽസ് എന്ന് പറയുന്നത് ഒരേപോലെയാണോ? റുബെല്ലയും മീസിൽസും ഒരേപോലെയാണ്. അവിടെ ജർമ്മൻ മീസിൽസ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങള്? അപ്പൊ റുബെല്ലയും മീസിൽസും ഒരേപോലെയാണോ? ഇത് രണ്ട് സ്പ്രെഡ് ആവണ രോഗങ്ങളല്ലേ, 5-ാം പനിയും? രണ്ടും സ്പ്രെഡ് ആകുന്ന ഒരു പകർച്ചവ്യാധിയാണ് അല്ലെ. ഇത് പക്ഷെ എന്താണ്, രണ്ടും ഒരേപോലെ അല്ല, എന്നാൽ രോഗലക്ഷണങ്ങൾ ഒരേപോലെയാണ് കേട്ടോ. എന്താണ്, അസുഖം ഒന്നല്ല, പക്ഷെ രോഗലക്ഷണങ്ങൾ സിംറ്റംസ് എന്താണ് ഒരേപോലെയാണ്. റുബെല്ലയുടെ സിംറ്റംസ് മീസിൽസിനെ പോലെ തന്നെ അതേ ലക്ഷണങ്ങളാണ് അത് കാണിക്കുന്നത്. ഇനി ഗർഭാവസ്ഥയിലാണ് ഈ റുബെല്ല എന്ന അസുഖം പിടിപെടുന്നതെങ്കിൽ അത് ഗർഭിണികളെ ഗുരുതരമായിട്ട് ബാധിക്കുമെന്നാണ് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഗർഭാവസ്ഥയില് ഈ രോഗം ബാധിക്കുകയാണെങ്കിൽ എന്താണ്, ഗർഭിണികൾ അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകുമെന്നാണ് പഠനങ്ങളിൽ നിന്നും തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സങ്കീർണതകളുണ്ട്. ഈ രോഗത്തിന് സങ്കീർണതകളുള്ള ഒരു ഗുരുതരമായ ഒരു രോഗമാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. ചില കേസസിൽ, എല്ലാവരിലുമല്ല, ചില കേസസിൽ മാത്രം. എല്ലാവരിലും ഇത് വരുമെന്ന് ആർക്കും ഭയം വേണ്ട. ചില കേസസിൽ മാത്രം ഇത് കഠിനമായേക്കാം. ഇത് ചിക്കൻ പോക്സ് പോലെയാണോ? ചിക്കൻ ബോക്സ് പോലെയാണിത് അല്ലെ. ചുവന്ന ചുണങ്ങ് പോലെയാണ് ഇത് രൂപപ്പെടുന്നതാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇമാജിൻ നോക്കിയാൽ കാണാൻ പറ്റും. ഗൂഗിളിലും സെർച്ച് ചെയ്താൽ മതി ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ടോ. അതിന്റെ പിക്ചേഴ്സ് കാണാൻ പറ്റും. ചുവന്ന ചുണങ്ങ് പോലുള്ള പൊട്ടലുകളായിരിക്കും ഇത് ശരീരത്തിൽ ഇത് കാണപ്പെടുന്നത്. തക്കാളിപ്പനി എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല.
തക്കാളിപ്പനിയും ഏകദേശം ലക്ഷണങ്ങളും സിംറ്റംസ് ഒക്കെ തന്നെയാണ് അല്ലേ? ചുവന്ന കുട്ടികളായിട്ടല്ലേ തക്കാളിപ്പനിയിലും കാണുന്നത്? അതെ, അങ്ങനെയാണ് കാണുന്നത്. ചുവന്ന കുരുക്കളായിട്ടാണ് വരുന്നത്. ചുവന്ന കുരുക്കളാണ്. ചുവന്ന കുമിളകള് പോലെ. ചുവന്ന കുരുക്കളായിട്ടാണ് നല്ല ചൊറിച്ചിലും വരും. ചൊറിച്ചിലുണ്ടാവും. ചുവന്ന കുരുക്കള് തടിച്ചു പൊന്തിയാണിത്. അലർജിക്കായിട്ട് ഭയങ്കര ചൊറിച്ചിലുകൾ രൂപപ്പെടുന്നു. അത് കൊതുക് കടിക്കുന്നതില് അങ്ങനെ വരുന്ന അസുഖല്ലേ? പകർച്ചവ്യാധിയാണിത് കേട്ടോ. ഒരു പ്രദേശം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ പടർന്നുണ്ട്. അങ്ങനെ അങ്ങനത്തെ സാഹചര്യങ്ങള് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് പ്രതിരോധിക്കുന്ന മാർഗം ക്ലിയർ അല്ല. ക്ലിയർ അല്ല. മാം ക്ലിയർ ആകുന്നില്ല. കേൾക്കുന്നില്ല. ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല. ക്ലിയർ അല്ല മിസ്, ക്ലിയർ അല്ല. ഹലോ മാം, ക്ലിയർ അല്ല. ഹലോ മാം ക്ലിയർ ആകുന്നില്ല. മാം പോയോ? കേൾക്കുന്നില്ല. കാണുന്നില്ല. ഹലോ മാം. ഹലോ മാം, കാണാനില്ല. എല്ലാരും അസൈൻമെന്റ് ഒക്കെ ചെയ്തായിരുന്നോ? ഹലോ മാം. ചെയ്തില്ല. ചോദിച്ചില്ലല്ലോ അസൈൻമെന്റ് പേര് എഴുതുന്നത്. അടുത്ത ചൊവ്വാഴ്ച അസൈൻമെന്റ് റെക്കോർഡ് ബുക്കിലല്ലേ ചെയ്യണ്ടേ? അല്ല, എന്റെ അല്ല, A4 ഷീറ്റ് പേപ്പറില്, അതില് ബോണ്ട് പേര് പേപ്പറില്. എഴുതണോ? പേര് എഴുതണോ? ആരെങ്കിലും സബ്മിറ്റ് ചെയ്തോ? പേര് എഴുതേണ്ട കാര്യം മിസ് പറയാന്നാ പറഞ്ഞത്. അസൈൻമെന്റ് ഒന്ന് ഗ്രൂപ്പ് ആരാ ക്രിയേറ്റ് ചെയ്തേ? നമ്മളൊരു ഗ്രൂപ്പ് ഗ്രൂപ്പില് ഞങ്ങളൊന്ന് ജോയിൻ അല്ലല്ലോ, കുറച്ച് ആൾക്കാർ ജോയിൻ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ഗ്രൂപ്പിൽ ചോദിച്ചൂടെ? ഒരു ഗ്രൂപ്പ് എന്നെയും കൂടെ ജോയിൻ ചെയ്യാമോ? ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ ഷെയർ ചെയ്താൽ മതി. ആരാണ് ചെയ്യണേ ഗ്രൂപ്പില്? ആഡ് ചെയ്യണേ. മോക്ക് ടെസ്റ്റ് എല്ലാരും ചെയ്തു. ഇന്നലെ ഇട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്തു എല്ലാരും. ചെയ്തു 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 ചെയ്തു. ക്ലാസ് ടെസ്റ്റ് ചെയ്തില്ല. ഗ്രൂപ്പ് ആഡ് ചെയ്യാം. ഒന്ന് അസൈൻമെന്റ് പറഞ്ഞു. കേട്ടില്ല. നിങ്ങളെല്ലാവരും അസൈൻമെന്റ് ഒന്ന് പറഞ്ഞു തരുമോ? അസൈൻമെന്റിന്റെ ഒന്ന് പറഞ്ഞു തരുമോ? അതെ, പേര്. ഹലോ ഹലോ ഹലോ, അസൈൻമെന്റ് ഒന്ന് പറഞ്ഞു തരുമോ? അസൈൻമെന്റിന്റെ പേര് എഴുതണോ മിസ്സേ? ഞാൻ പറയുന്നത് കേൾക്കോ? അസൈൻമെന്റിന്റെ കാര്യം നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറയാട്ടോ. അതല്ല മിസ്സേ, ഞങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് പേര് എഴുതണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ആ മിസ്സിന് അടുത്ത ആഴ്ച പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ് പറയാം. ആദ്യത്തെ ഇതിൽ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല. അസൈൻമെന്റ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒന്നും കൂടി പറഞ്ഞു തരണേ മിസ്സേ. നിങ്ങളോട് അസൈൻമെന്റ് ആദ്യം നമ്മൾ അസൈൻമെന്റ് ചെയ്യുന്ന A4 ഷീറ്റിൽ പേര് എഴുതാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരെഴുതാലോ? പേരെഴുതാൻ പറഞ്ഞായിരുന്നു. പേരെഴുതണം, എന്നാലേ ആരാണ് ചെയ്തത് മനസ്സിലാവുള്ളൂ. നമുക്ക് ആരാണ് ചെയ്തതെന്ന് അറിയണ്ടേ?
ഓക്കെ താങ്ക് യു. ലാസ്റ്റ് എഴുതിയാ പോരെ മിസ്? ഫസ്റ്റോ അല്ലെങ്കിൽ അസൈൻമെന്റിന് കൊടുക്കാം, അല്ലെങ്കിൽ താഴെയായിട്ടോ പേര് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഉള്ളിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഇഷ്ടം ഓർമ്മയില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. സബ്ജക്ട് ഒന്നും കൂടി പറയണേ മിസ്സേ. പോയായിരുന്നു മാം, പ്രസന്റേഷൻ അതിൽ നിന്ന് പോയായിരുന്നു. ഇല്ല മിസ് തന്നിട്ടില്ല അസൈൻമെന്റ്, മറ്റേ മിസ് ഞാൻ പറഞ്ഞാണോ പറഞ്ഞിരിക്കുന്നത്? അതെ അതെ. ശരണ്യ മിസ്. ഓക്കെ ഓക്കെ, ഞാനത് സബ്മിറ്റ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടി നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം കേട്ടോ. ഗ്രൂപ്പിൽ അത് ഇട്ടേക്കാം കേട്ടോ. നമ്മുടെ പ്രസന്റേഷൻ പോയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന. അപ്പൊ ഞാനൊന്ന് പറഞ്ഞില്ല, പ്രസന്റേഷൻ നെറ്റ് പോയതുകൊണ്ടാണ് പോയത്. ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കിപ്പോ ആ വാക്സിനേഷൻ ചാർട്ട് കാണിച്ചില്ലേ, അത് ആരോഗ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് എടുത്തിട്ട് കേട്ടോ. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ അടുത്ത ടോപ്പിക് എടുക്കാൻ പോകുന്നത്. കയ്യിലുള്ളവരൊക്കെ കയ്യിൽ തന്നെ വെച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ മാം. താങ്ക് യു. അതെങ്ങനെ മോർ ടെസ്റ്റ് ഒക്കെ ചെയ്തു നിങ്ങള്? ചെയ്തു. അതെങ്ങനെ ചെയ്ത്? അത് നമ്മളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അതെ, അതില് മോർ ടെസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മള്